ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്ക് നല്ല പോർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി നമ്മൾ പോർക്ക് വാങ്ങിച്ചിട്ട്. നല്ല ഫ്രഷ് പോർക്കാട്ടോ, കണ്ടോ. 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ ഒരു കറി ഇന്ന് തയ്യാറാക്കി എടുക്കാം. പോർക്ക് നല്ല വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പോർക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ എടുക്കാം. ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. പോർക്കെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ഈ പോർക്കിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് പോർക്കിൻ്റെ മസാലയാണ്. 1 കിലോ പോർക്കിന് ഇത് 50 ഗ്രാം പോർക്ക് മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 3 സ്പൂൺ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം വിനാഗിരി കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മതിയാവും, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇത് സ്റ്റീൽ കുക്കറാണല്ലോ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാം. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഞാനൊരു 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, 3-4 പച്ചമുളക് നമ്മുടെ എരിവിന് ചേർക്കാം. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു വലിയ കുക്കറിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തതാണ്. ഏകദേശം എൻ്റെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്കിടാം. എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിക്കരുത്, നമുക്കൊരു 3 വിസിൽ മതിയാവും. 3 വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പോർക്ക് 3 വിസിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പേട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കടുക് വറുത്തൊന്ന് എടുക്കാനാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ മതിയാവും. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർക്കാം. കറിയൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് ഒന്നൊന്ന് കുറുകി വന്നാൽ മതി. ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോട്ടെ. നിങ്ങൾക്ക് നല്ലോണം ഗ്രേവി വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം. ഒന്ന് തിളച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. പോർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ചൂടിൽ വേവിച്ചെടുക്കരുത്. കാരണം ഒരുപാട് നമ്മൾ ചൂട് കൂട്ടി വേവിച്ചെടുത്താൽ അതിൻ്റെ നന്നായിട്ട് കട്ടിയാവും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ എപ്പോഴും പോർക്ക് നല്ല സ്ലോ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ഫൈനലായിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം മതിയാവും കുരുമുളക് പൊടി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.